ഹലോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. ഇന്നലെ പോയതാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ തിരക്കിട്ട് കാപ്പി ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ്. ഞങ്ങൾക്ക് കാപ്പിയൊക്കെ തന്നിട്ട് വിടാൻ വേണ്ടിയിട്ട് ഉള്ള തിടുക്കത്തിൽ അമ്മ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ രാമായണ മാസമല്ലേ, അപ്പം അതിനും വായനയൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അപ്പം അതിനും പോകും. പോയിരുന്നു. കാരണം ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ വൈകിട്ടേക്ക് പോരാമെന്ന് പറഞ്ഞ് പോയതാണ്, പക്ഷേ നടന്നില്ല. പിന്നെ അമ്മയൊക്കെ പറഞ്ഞു ഒരു ദിവസം അവിടെ കൂടാമെന്ന്. അങ്ങനെയൊക്കെ കൂടി. എന്നുവെച്ചാൽ വീടിന് തൊട്ടടുത്താണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് സ്കൂള്. അപ്പോഴത്തേനും അങ്ങോട്ട് ജസ്റ്റ് കയറിയാൽ മതി. ഇവിടെ നിന്ന് ആകുമ്പോഴത്തേനും ഇത്തിരി ദൂരമുണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഞാനും അമ്മയും കൂടെ 8-8:30 ആയപ്പോഴത്തേനും വന്നു. ഇനിയിപ്പം ഉച്ചക്കലത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ അത് അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പോകാം കേട്ടോ. ഒരു പിണ്ടിയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പിണ്ടി മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. അതും ഒരു 2 ഏത്തക്ക, പിന്നെ ഒരു തക്കാളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് വേവാൻ വെച്ചിട്ടുണ്ട്. അടുത്ത തേങ്ങയും ചുവന്നുള്ളി, അതുപോലെ തന്നെ ജീരകം, കുറച്ച് കറിവേപ്പിലയും കൂടെ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ കഷ്ണങ്ങളിപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പിട്ട് കൊടുക്കുക കേട്ടോ. അരപ്പിട്ട് കൊടുത്ത ശേഷം അപ്പം ഇളക്കുകയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിൽ പിണ്ടി എന്ന് പറയുന്ന സാധനം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു സാധനമാണ്. ഞാനത് മാക്സിമം ഒത്തിരി ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ എങ്ങനെയെങ്കിലും അത് യൂസ് ചെയ്യും. തോരനായിട്ടോ അവിയലായിട്ടോ ഒക്കെ കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ അരപ്പും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കി ഞാൻ, അപ്പം കറക്റ്റായിരുന്നു എല്ലാം. എന്നിട്ട് അതിൽ കുറച്ച് കറിവേപ്പിലയും നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മൂടി വെച്ചേക്കാം, പിന്നെ കഴിക്കുമ്പോൾ എടുത്താൽ മതിയല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മീനുവിൻ്റെ സ്പെഷ്യൽ രസമാണ്. വെളുത്തുള്ളി, ജീരകം, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുകൊണ്ടൊക്കെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് എനിക്ക് ആവശ്യമായ കുരുമുളക്. ഇതൊന്ന് ചതച്ചെടുക്കുക, മിക്സിയിലോ ഇടിയലിലോ ആണെങ്കിലും. പുളി ദേ ഊറാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് പിഴിഞ്ഞ് എടുക്കുക. പിന്നെ നമ്മൾ കടുകിട്ട് പൊട്ടുമ്പോഴത്തേനും നമ്മൾ ഇടിച്ച് വെച്ച കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല കണക്കൊന്ന് വഴറ്റിയെടുക്കുക. അമ്മയുടെ സ്പെഷ്യൽ കുറച്ച് വെജിറ്റേറിയൻ റെസിപ്പീസ് ഉണ്ട്. നോൺ വെജ് ആൾ അത്ര വലിയ താല്പര്യമല്ല കുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രസം ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ നല്ല കണക്കൊന്ന് ഞാൻ ചെറിയ കോൾഡ് ഉണ്ട്, അത് അപ്പോൾ അത് തക്കാളി എടുത്ത് ഒരു വലിയ തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ട് കൊടുത്ത് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് നല്ല കണക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പുളിവെള്ളവും കൂടെ നമ്മൾ ഇതാ ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് ആ പുളി നല്ല കണക്കൊന്ന് വേവണം. ആ പുളി വെന്ത് അതിൻ്റെ ആ പച്ച ചുവയൊന്ന് മാറണം. അപ്പോൾ തക്കാളിയും അതിനകത്ത് അതിൻ്റെ സത്ത് മുഴുവൻ തക്കാളിയുടെ ഇറങ്ങും. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേനും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്ന ആവശ്യമുള്ള, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് രസത്തിന്. പിന്നെ ഈ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അപ്പം അതിനാണ് കൂടുതൽ രസം. പനിയുള്ളപ്പോഴേ ഈ രസവും ഒരു പപ്പടവും കൂട്ടി കഴിച്ചാൽ പനി പമ്പാണ്. അപ്പോൾ ഇതാ കേട്ടല്ല. പിന്നെ അതിൽ ആവശ്യമുള്ള മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നല്ല കണക്ക് തിളച്ചില്ല. അപ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്തു. അത് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് രസം നല്ല ചൂടോടെ റെഡി ആയിട്ട്.